ഹലോ, അപ്പോൾ നമുക്കൊരു നോർമൽ പാൻറ് എങ്ങനെയാണ് മാർക്ക് ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോർമൽ പാൻറ് മാർക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ മെഷർമെൻറ്റാണ് വേണ്ടത്? ലെങ്ത്ത്, ഹിപ്പ് റൗണ്ട്, ക്രോച്ച് ലെങ്ത്ത്, പിന്നെ അടി ലൂസാണ് വേണ്ടത്. ഇതിൽ ലെങ്ത്ത് നമുക്ക് എത്രയാണോ ലെങ്ത്ത്, ഇപ്പോൾ എനിക്കിവിടെ ലെങ്ത്ത് 36 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അതിലേക്ക് ഞാൻ 4 ഇഞ്ച് കൂട്ടിക്കൊടുത്ത്. അപ്പോൾ ഏത് വ്യക്തിയുടെ ലെങ്ത്ത് എടുത്താലും ആ ലെങ്ത്തിലേക്ക് ഈ 4 ഇഞ്ചാണ് കൂട്ടി കൊടുക്കേണ്ടത്. അതിൽ യാതൊരു മാറ്റവും ഈ ഒരു അളവിൽ ഒട്ടും മാറില്ല കേട്ടോ. അപ്പോൾ ഈ 36ലേക്ക് 4 ഇഞ്ച് കൂട്ടി കൊടുക്കുമ്പോൾ നമുക്കിവിടെ 40 കിട്ടി. അപ്പോൾ ഇതാണ് ഈ 40 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. പിന്നെ ഹിപ്പ് റൗണ്ട്, നമ്മുടെ ഹിപ്പിൻ്റെ റൗണ്ട് ഇവിടെ കിട്ടിയേക്കുന്നത് 33 ഇഞ്ചാണ്. അതിലേക്ക് 10 ഇഞ്ച് കൂട്ടി കൊടുക്കുക. അപ്പം ഈ ഒരു അളവിലും മാറ്റമില്ല. ഏതൊരു ആളുടെ വ്യക്തിയുടെ ഏത് അളവാണെങ്കിലും ഈ ഒരു 10 ഇഞ്ച് തന്നെയാണ് നമ്മൾ കൂട്ടി കൊടുക്കേണ്ടത്. ആ 10 ഇഞ്ച് കൂട്ടി കൊടുക്കുമ്പോൾ നമുക്ക് 43 ഇഞ്ച് കിട്ടി. അതിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 10.25 കിട്ടും. പിന്നെ അടുത്ത് കാണേണ്ട ക്രോച്ച് ലെങ്ത് ആണ്. ക്രോച്ച് ലെങ്ത്ത് നമുക്ക് എങ്ങനെ കാണണമെന്ന് വെച്ചാൽ, ഈ ലെങ്ത്ത് ഉണ്ടല്ലോ, നമുക്ക് ആദ്യം ഈ 4 ഇഞ്ച് കൂട്ടുന്നതിന് മുന്നേ കിട്ടിയ ഈ മെഷർമെൻറ്റ് ഇവിടേക്ക് ഈ ക്രോച്ച് ലെങ്ത്തിലേക്ക് എടുക്കുക. അതിലേക്ക് ഈ 5 ഇഞ്ച് കൂട്ടി കൊടുക്കുക. ഈ അളവിലും മാറ്റമില്ല കേട്ടോ. എന്നിട്ട് അതിനെയും ആ കിട്ടിയ അളവിനെയും 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 14.5 കിട്ടി. ഇനി അടുത്ത് കാണേണ്ടത് അടി ലൂസാണ്. ഇതിലൊരു തീരെ ചെറിയ കുട്ടികൾക്കൊക്കെയാണ് 5 അടി ലൂസ് വരാം. പിന്നെ ഒരു 8 ഇഞ്ചൊക്കെ ഒരു 19 വയസ്സിന് മുകളിൽ അങ്ങോട്ടുള്ളവർക്കൊക്കെ 8 ഇഞ്ച് വരും. പിന്നെ 7-6 ഇഞ്ചൊക്കെയാണ് അടി ലൂസായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യണമെന്ന് നോക്കാം. നമുക്കിവിടെ കിട്ടിയേക്കണ ലെങ്ത്ത് 40 ഇഞ്ചാണ്. അപ്പോൾ ഈ ലെങ്ത്തിനെ നമുക്ക് ഇവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം, ഈ 40 ഇഞ്ച്. പിന്നെ അടുത്ത് ഹിപ്പ് റൗണ്ട് 10.25 റൗണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ക്രോച്ച് ലെങ്ത്ത് നമുക്ക് 14.5 കിട്ടിയേക്കുന്നത്. അപ്പോൾ 14.5 ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഈ ക്രോച്ച് ഏരിയയിലേക്ക് 3 ഇഞ്ച്, ഇത് 3 ഇഞ്ച് തന്നെയാണ് വരാം. ഇവിടേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ചെറുതായിട്ടൊന്ന് ക്രോച്ച് ഒന്ന് വരച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്തും 10.25 തന്നെ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നിട്ട് വേണം ഇതിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യാനായിട്ട്. പിന്നെ താഴെ നമുക്കിവിടെ 8 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 8 ഇഞ്ചിൽ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് വേണം ഇതിലോട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നോർമൽ പാൻറ്റിൻ്റെ അളവ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.